നമസ്കാരം. അറബി നാടുകൾ, കുവൈറ്റ്, UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി എന്നൊക്കെ പറഞ്ഞ പോലെ ഗൾഫ് നാടുകളുണ്ട്. ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ മഹാത്മാഗാന്ധി എന്ന് കേട്ടിട്ടുണ്ടോ? അറിയില്ല. എന്താ ഉത്തരം എന്ന് എനിക്കറിയില്ല. അതുപോട്ടെ, നിങ്ങൾ ക്വിറ്റ് ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ടോ? ക്വിറ്റ് ഇന്ത്യ എന്നല്ല, ക്വിറ്റ് കേരള. ക്വിറ്റ് ഇന്ത്യ, പുറത്തു പോകുക, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുക, കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണിത് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? മഹാത്മാഗാന്ധിക്ക് നിലപാടുണ്ടായിരുന്നു, ആ നിലപാടിനനുസരിച്ചുള്ള പ്രവൃത്തിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട് നിങ്ങൾ സ്വർഗമാക്കണ്ട. ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, മോത്തോയി പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, നാട് വിടുക, ഞങ്ങൾക്ക് അത് മതി, നിങ്ങളിവിടെ സ്വർഗമാക്കണ്ട, നിങ്ങളിവിടെ എന്താ വൈകുണ്ഠമാക്കൊന്നും വേണ്ട, നിങ്ങളിവിടുന്ന് പോയാൽ മതി. ഞാനത് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അറബ് നാടുകൾ സ്മരിക്കേണ്ടത് നമ്മളുടെ മഹാത്മാഗാന്ധിയെയാണ്, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ വാക്കുകളെയാണ്. ക്വിറ്റ് ഇന്ത്യ, കടന്നു പുറത്തു പോകും. നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കടിപിടി എന്ന നിലയൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. അത് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നെത്തുന്നറിയില്ല. ഒരാവശ്യമില്ലാതെ ഒരു പാശ്ചാത്യ അങ്ങേയറ്റത് കിടക്കുന്ന ഇതൊരു ഭൂഗോളമാണെങ്കിൽ ഇവിടെ കിടക്കുന്ന രാജ്യം വന്ന് ആക്രമിച്ചിരിക്കുന്നു. അത് അവരുടെ പ്രിവിലേജ്, അവകാശമാണത്രേ. ആരുടെയും ഗേറ്റ് ചവിട്ടി തുറക്കാം, ഗേറ്റ് ബ്രേക്കിംഗ്, അതിന് അവർക്ക് അനുവാദം വേണ്ട, അമേരിക്കയ്ക്ക്. അതാണ് അമേരിക്കൻ മറ്റും നമ്മൾ പറയുന്നത് ലോക പോലീസ്. ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. നിലപാടെന്ന് എന്താ മനസ്സിലായില്ലേ? വർത്താനം പറയല്, ബോംബാർഡ്സ് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. എല്ലാ നിലപാടുകളും ഇറാൻ അനുകൂലമാണ്. ആ നിലപാടുകൾക്കനുസൃതമായിട്ടുള്ള പ്രവൃത്തിയോ അവിടെയാണ് രസം. ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അതിന് ഒന്നേ പറയാനുള്ളൂ, തെമ്മാടിത്തരെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അമേരിക്കൻ സഖ്യകക്ഷികളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ, ഈ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഗൾഫ് രാജ്യങ്ങൾ. വ്യാപകമായിട്ടുള്ള അർത്ഥത്തിൽ ഇറാനും ഇറാഖിനൊക്കെ നമുക്ക് ഗൾഫ് രാജ്യങ്ങളുടെ അതേ ലക്ഷണം അവർക്കുണ്ടല്ലോ. പെട്രോളിയം ഗുഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഭാഷ, സംസ്കാരമൊക്കെ ഒരുപോലെയാണല്ലോ. അമേരിക്കൻ സഖ്യകക്ഷികളായിട്ട് എല്ലാവരും നിൽക്കുന്നു, ഇവരൊഴികെ, ഇറാൻ ഒഴികെ. എന്നിട്ട് വാക്കുകൊണ്ട് ഇറാൻ അനുരൂപമായിട്ട് ഉള്ള നിലപാട്, പ്രവൃത്തിയോ ഇറാന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണങ്ങൾ നടത്തി. അതിശക്തമായിട്ടുള്ള, നമ്മുടെ നേതാവ് പറഞ്ഞ പോലെ ശക്തമായ, അങ്ങനെയാണോ പറയുക? അദ്ദേഹത്തിൻ്റെ രൂപം മനസ്സിൽ വെച്ചാൽ ഞാൻ പറയണത് കറക്റ്റായിട്ട് വരും. VS അച്യുതാനന്ദൻ. ശക്തമായ, അതിശക്തമായിട്ടുള്ള ഭാഷയിൽ അലപലപിച്ചു. വെറുതെ ഒരു വാക്ക് ആരാധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഓക്കെ, ആ പത്രത്തിൽ അത് ഇട്ടോട്ടോ. നമ്മളുടെ കേരളത്തിലെ കുറേ അങ്ങനെ അലപലപിച്ച് നടക്കുന്നില്ല, എന്ത് വന്നാലും അലപലപിച്ചു. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കൻ നിലപാടിനെതിരെ രംഗത്തെത്തി. എവിടെ ഒരു വട്ടമേശയുടെ അപ്പുറത്തിരുന്ന് കാവ്യം കുടിച്ച് കാരക്കാപ്പഴം തിന്ന് ശക്തമായിട്ടും രംഗത്തെത്തുകയാണ് നമ്മൾ. അടച്ചിട്ട മുറിക്കകത്തിരുന്ന് പുറത്തേക്ക് വരില്ല. അമേരിക്കയിലെ ഇടപെടലിനെതിരെ ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ഗൾഫിൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന്
ഭീഷണി മുഴക്കുകയും ചെയ്തപ്പോഴാണ് ഈ അലബലബലപിക്കൽ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് പേടി കയറി, കുറച്ച് ചൊറിയാൻ തുടങ്ങി. അതല്ലെങ്കിൽ ഇറാൻ്റെ പാടായി. അമേരിക്ക വന്ന് ബോംബിടാതിരിക്കുക, ഇനി കംപ്ലീറ്റ് അത് മുഴുവൻ പണ്ട് മറ്റേ പറയില്ലേ, കുളം കുത്തി എന്ന് പറയില്ലേ, തറവാട് കുളം കോരി എന്ന് പറയില്ലേ, ഇത് മൊത്തം ഇറാൻ കുളം കോരിയാൽ നമുക്ക് പ്രശ്നം വരാതിരുന്നാൽ മതി. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള അറേബ്യൻ കൺട്രീസിലുള്ള സന്നാഹങ്ങളെ, ബേസുകളെ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നൊരു സ്വരം കേട്ടോട് കൂടിയിട്ട് അവർക്ക് എല്ലാവർക്കും വിറയ ആരംഭിച്ചു. ഒരെണ്ണത്തെ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇറാനും അനുകൂലമാണ്. അമേരിക്കയ്ക്കോ? അമേരിക്കയ്ക്ക് അനുകൂലമാണ്. നമ്മുടെ മുല്ല നസീറുദ്ദീൻ പറഞ്ഞ പോലെ എന്താ പ്രതിയെക്കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു ശരിയാണല്ലോ. വാദിയെക്കുറിച്ചോ? അദ്ദേഹം പറഞ്ഞു ശരിയാണ്. ഇവർ തമ്മിൽ വഴക്കിന് പ്രശ്നത്തിന് മജിസ്ട്രേറ്റ് വിധി പ്രസ്താവിച്ചുള്ള ന്യായാധിപൻ, അതും ശരിയാണ്. അതാണ് മുല്ല നസറുദ്ദീൻ്റെ മിടുക്ക്. ഞാനായിട്ട് ഒന്നിരിക്കില്ല. എല്ലാവരും ഉറ്റുനോക്കുന്നത് മേഖലയിലെ പ്രധാന ശക്തികൾ, ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകൾ. സാമ്പത്തിക ശക്തിയാണ് അവർ. GCCയിലെ രാജ്യങ്ങൾ, അവരിലേക്ക് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കുറേ ഇവിടെ ഞാൻ വായിച്ചിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. GCC അമേരിക്കയിലെ ആക്രമണം മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കും. അവർ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സംഘർഷം വർദ്ധിപ്പിക്കില്ല, സംഘർഷം വർദ്ധിച്ചു കഴിഞ്ഞു. സുരക്ഷയെയും സ്ഥിരതയെയും ബാധിക്കും. ഗൾഫ് സഹകരണ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി മുന്നറിയിപ്പ് നൽകി. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും GCC അപലപിക്കുന്നുള്ള വാക്ക് പറയാൻ പറ്റില്ല. അതിന് കുറച്ച് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ എന്തായി? അലപലപിച്ചു, അത്രയേ പറയാൻ പറ്റുള്ളൂ. സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ എല്ലാ കക്ഷികളും സംയുക്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. എല്ലാവരും ആ കാര്യത്തിൽ നമ്മുടെ പാണക്കാട്ടുകാരേക്കും മിടുക്കന്മാരാണ്. അടച്ചിട്ട മുറിയിലിരുന്ന് അവർ ഭീഷണി മുഴക്കും, അത്രമാത്രം. പുറത്തേക്ക് വരില്ല. അതൊരർത്ഥത്തിൽ ഒരു സൈക്കോളജിയാണ്. നേരിട്ട് അമേരിക്കയെ എതിർക്കാൻ പറ്റാതെ വരുമ്പോൾ സമയത്ത് നമ്മളൊരു പുസ്തകം എടുത്ത് എഴുതി വയ്ക്കുക, അമേരിക്ക നശിച്ചു പോട്ടെ, അമേരിക്ക നശിച്ചു പോട്ടെ, അമേരിക്ക നശിച്ചു പോട്ടെ. അപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ഈ മേഖലയുടെ സുരക്ഷ, അവിടുത്തെ സ്ഥിരതയ്ക്ക് ഭീഷണിയായിട്ട് അമേരിക്ക അതിനെന്ത് ചെയ്യുന്നു? അലപലപിക്കുന്നു. ഇങ്ങനെ ഇടവിട്ട് കാലം കുറേ 2 വർഷമായി ഈ അലപലപലനം നടന്നിട്ട്. ഇസ്രായേലിൽ ഗാസയിലേക്കും കുട്ടികളും എല്ലാവരും അപ്പോഴും ഇവിടെ എന്താ പറയുക, അലപലപിക്കൽ ഇത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇടപെടാനുള്ള ശക്തി അത്യാവശ്യം ഏറ്റവും കുറഞ്ഞത് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ എത്രയാണെങ്കിൽ പോലും ഈ പശ്ചിമേഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ദയവ് ഇത് നിങ്ങളുടെ ബേസും സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകും. ക്വിറ്റ് ഇന്ത്യ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ഖത്തറുകാർക്ക് എന്താ പറയാൻ കഴിയാത്ത? ക്വിറ്റ് ഖത്തർ, ക്വിറ്റ് ബഹ്റൈൻ, ക്വിറ്റ് UAE, ക്വിറ്റ് കുവൈറ്റ്, ക്വിറ്റ് ഒമാൻ, ക്വിറ്റ് UAE എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് അമേരിക്കയോട് പറയുക മാത്രമാണോ വേണ്ടത്? അതുകൊണ്ട് അലപലപിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. സംഘർഷങ്ങൾ പരിഹരിക്കാൻ ഫലപ്രദമായിട്ടുള്ള മാർഗമായിട്ട് നയതന്ത്രം സ്വീകരിക്കണം. ഒറ്റ നയതന്ത്രം, വേറൊരു നയതന്ത്രമല്ല, നയതന്ത്രം ഇത്ര മാത്രമാണ്. അതാണിവിടെ അർദ്ധനഗ്നരായിട്ടുള്ള ഫക്കികൾ. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് അദ്ദേഹം ദൈവമാണ്, ദൈവത്തെ പോലെ. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കത് അവരുടെ വിശ്വാസത്തിനെതിരാണ്. അഥവാ അതുപോലെ ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ പറയാം ദൈവം തന്നെ എന്ന് പറയാം മഹാത്മാഗാന്ധി. കാരണം എന്താണ്? ആ അർദ്ധനഗ്നായിട്ടുള്ള ഫക്കീർ ഒരു പഞ്ചകച്ചം പോലെ ഉടുത്ത് കയ്യിൽ വടിയും പിടിച്ച് ഒരു ഒട്ടക്കണ്ണാടിയും വെച്ച് നടന്നെങ്കിൽ പോലും വീരനായിരുന്നു, പുരുഷക്കേസരിയായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ എവിടെ ഒരു കോപ്പ് ഒപ്പിക്കണ്ട, നിങ്ങൾ ഇന്ത്യയെ വലുതാക്കണ്ട, നിങ്ങൾ ഇന്ത്യയെ സ്വർഗസ്ഥാനമാക്കണ്ട, കടന്ന് പുറത്തു പോയാൽ മതി. അതാണ് നിലപാടും ആ നിലപാടിനനുസരിച്ചുള്ള പ്രവൃത്തിയും. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ അപകടങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കാനായിട്ട് പരമാവധി സംയമനം പാലിക്കണം.
ആ സംയമനം പാലിക്കേണ്ടത് എങ്ങനെയാണ്? അവനവനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനവനോട് പറയുന്ന എങ്ങനെയെന്ന് അരുത്, സംയമനം പാലിക്കണം. അമേരിക്കയോട് സംയമനം പാലിക്കാൻ പറയുന്ന ഇവരാര്? ഇറാനോടും ഇസ്രായേലിനോടും സംയമനം പാലിക്കാൻ പറയുക ഇവരാര്? ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇതിനെന്തിനും പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. എന്താണ്? ഇവരെ തന്നെ ഏകദേശം 1,00,000-ഓളം സൈനികരാണ്. ഏറ്റവും കൂടുതൽ ഖത്തറിലും ബഹ്റൈനിലെന്നാണ് പറയുന്നത്. പട്ടാളക്കാരവിടെ കുടികൊണ്ടിരിക്കുകയാണ്. അവരുടെ ബേസുണ്ട് ഇവിടെ. ആ ബേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ബേസ് അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ പറയുന്നത് അമേരിക്കയുടെ ആ ബേസ് എടുത്ത് കൊണ്ടുപോകുന്നല്ല പറയണത്. ക്വിറ്റ് അവർ കൺട്രി എന്നല്ല പറയുന്നത്. സൗദി അറേബ്യ അടുത്തത്. അമേരിക്കൻ ആക്രമണങ്ങളെ ഇതുപോലെ തന്നെ അലബല പിച്ചു. സൗദി അറേബ്യ ആക്രമണത്തിലൂടെ ഇറാൻ്റെ പരമാധികാരം ലംഘിക്കപ്പെട്ടു. വലിയ കഷ്ടമായി. രാജ്യങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഏത് ഇടപാടിലും നിരാകരിക്കുന്നു സൗദി അറേബ്യ വ്യക്തമാക്കി. അവിടെയുമുണ്ട് ബേസ്. അവിടെയുണ്ട് അമേരിക്കയുടെ ബേസ്. ഏതോ ഒരു കാലഘട്ടത്തിൽ എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ ക്ഷണിച്ചു വരുത്തി ഈസ്റ്റ് ഇന്ത്യ ഇവിടെ കച്ചവടത്തിന് വന്നവരാ. അവസാനം ഒരു പട്ടാള ശക്തിയായി മാറി. ഈ നാട്ടുരാജ്യത്തിന് വലിച്ചു കൂടിയാൽ ഈ നാട്ടുരാജ്യത്തിനെതിരെ വിളിച്ചു വരുത്തും ബ്രിട്ടീഷുകാരെ. അവസാനം എന്താവും? അവരെ വായിൽ അകപ്പെടും. പഴശ്ശിരാജയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരാണ് വിളിച്ചു വരുത്തിയത്. പഴശ്ശിരാജയെ പറഞ്ഞ അപകടമാണെന്ന് പറഞ്ഞത്. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മളുടേത്, അത് തീർക്കാൻ വേണ്ടി ഇവന്മാരെ വിളിച്ചു വരുത്തരുതെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ അവസാനം എന്താ ഉണ്ടായി? ആ രാജ്യവും അവരുടെ കയ്യിലായി. അപ്പം ആയതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഇപ്പോഴും അമേരിക്കയുടെ ബേസ് നിൽക്കുകയാണ്. അവിടെ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്നും ഒമാനിൽ നിന്നും UAE നിന്നും ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നുമാണ് യുദ്ധവിമാനങ്ങൾ പുറപ്പെടുക ഇറാനെ അറ്റാക്ക് ചെയ്യാൻ. ഇപ്പം തന്നെ അവരുടെ ഒരു ബോംബർ വിമാനം വന്നത് ഒരു ദ്വീപിൽ നിന്നാണ് വന്നത്. അമേരിക്കയിൽ നിന്ന് വരാനുള്ള സാധനമൊന്നും അവരുടെ കയ്യിലില്ല, ലോകത്തിൽ ആരുടെയിലുമില്ല. അത്രയും കിലോമീറ്റർ സഞ്ചരിക്കാൻ. അപ്പോൾ അവിടെയും പിടിക്കും ദ്വീപുണ്ടാണ് ഡീഗോ ഗാർഷ്യ. ഇന്ത്യയുടെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായിട്ട് 1700 കിലോമീറ്റർ അപ്പുറത്ത് അവർക്ക് ബേസുണ്ട്. ഇന്ത്യയിൽ വന്ന് എന്തെങ്കിലും ചെയ്യണോ? അവർക്ക് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുമ്പോൾ അവർ വിമാനം ഇവിടെ എത്തിയിട്ടുണ്ടാവും. അവിടെയുണ്ട് ബേസ്. ഏറ്റവും വലിയ രസം എന്താ അറിയാമോ? പാകിസ്ഥാനിലെ ബേസില്ല. പാകിസ്ഥാൻ ബേസ് കൊടുത്തിട്ടില്ല. അവർ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇറാൻ്റെ പക്ഷത്താണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് പാകിസ്ഥാനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംയമനം പാലിക്കാനും സംഘർഷം കുറയ്ക്കാനും എല്ലാ ശ്രമങ്ങളും നടത്തണം. ഇത് ആരോടായി പറയുന്നത്? ഇറാനോടോ? അതോ ഇനി അമേരിക്കയോടോ? അതോ ഇനി ഇസ്രായേലിനോടോ പറയുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഘട്ടത്തിൽ സ്ഥിതി വഷളാകുന്ന മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണ്. അല്ലെങ്കിൽ യാതൊരു ഭീഷണിയുമില്ല. കാരണം എന്താണ്? ഇന്നിപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ തലയിൽ കൊണ്ടതും ഒരു വലിയ ബോംബിട്ടു എന്നാണല്ലോ പറയുന്നത്. അവർ വന്ന് അവരെ മാത്രമേ അതുള്ളൂ, വേറെ ആർക്കോ കഴിയില്ലെന്ന് പറഞ്ഞു. അവർക്ക് പ്രതികാരം ചെയ്യാൻ ഒരു കാര്യം ഉറപ്പാണ്. അവർക്ക് വേറെ എവിടെയും ബേസൊന്നുമില്ല ഇറാന്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ചുറ്റും കയ്യെത്തുന്ന ദൂരത്തിലുള്ള ബേസിൻ്റെ തലയിൽ കൊണ്ടുവരുന്നുകൊണ്ടിടുക. അപ്പോൾ ആർക്കത് ഏൽക്കുക? സൗദിക്ക് ഏൽക്കും. പിന്നെ ആർക്ക് ഏൽക്കുക? ഖത്തറിന് ഏൽക്കും. പിന്നെ ആർക്ക് ഏൽക്കുക? ബഹ്റൈൻ നന്നായിട്ട് ഏൽക്കും. UAEക്ക് ഏൽക്കും. കുവൈറ്റിന് ഏൽക്കും. അപ്പോൾ പേടി കടന്നു. അപ്പോൾ പറയണു സംയമനം പാലിക്കാൻ ഇറാനോടെ. ഇവിടെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ സംയമനം പാലിക്കണം, എന്നിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നെഞ്ചു കാണിച്ചു കൊടുത്തോ? അതാണ് ഞങ്ങൾക്കിഷ്ടം. ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവരുത്. ഖത്തർ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം സ്ഥിതിഗതികൾ വഷളായി. ഖത്തർ വിദേശ മന്ത്രാലയം ഖേദം പ്രകടിപ്പിച്ചു. സംഭവവികാസങ്ങൾ ആശങ്കാജനകമാണ്. സൈനിക നടപടി നിർത്തിവെച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടനെ തന്നെ ചർച്ചയിലേക്കും നയതന്ത്ര പാതയിലേക്കും മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു ഖത്തർ. മേഖലയിൽ അപകടകരങ്ങളായിട്ടുള്ള പിരിമുറുക്കമാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊന്നും അതില്ല കേട്ടോ. ഇന്ത്യക്കാർക്ക് പിരിമുറുക്കമുണ്ടോ അവിടെ യുദ്ധത്തിൻ്റെ പേരിൽ? ബംഗ്ലാദേശിന് പിരിമുറുക്കമുണ്ടോ? പാകിസ്ഥാന് പിരിമുറുക്കമുണ്ടോ? സിലോണിന് പിരിമുറുക്കമുണ്ടോ? എന്താ നിങ്ങൾക്ക് പിരിമുറുക്കം? ഖത്തറിന് പിരിമുറുക്കം എന്താ? അവിടെ അമേരിക്കയുടെ ബേസുണ്ട്.
ഏറ്റവും വലിയ ബേസ് അമേരിക്കയ്ക്ക് അവിടെയാണുള്ളത്. ഖത്തർ ദോഹയിൽ കൂടെ നമ്മൾ 1 കിലോമീറ്റർ നടക്കുമ്പോൾ ഒരു 100 പട്ടാളക്കാരെ കാണാൻ പറ്റും. അമേരിക്കൻ പട്ടാളക്കാരെ, സായുധരായിട്ടുള്ള പട്ടാളക്കാരെ. വിളിച്ചു വരുത്തിയതല്ലേ, വന്നു കയറിയതല്ലല്ലോ. അവരോട് പറയണം, ഇനി അമേരിക്ക എന്തെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ അവിടെ നിൽക്കരുത്, ഞങ്ങൾക്കത് പറ്റില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയിൽ പോയിട്ട് ബോംബിടാനുള്ള ശേഷിയില്ല. അവർ യുദ്ധക്കുതിയന്മാരല്ല. ആയതുകൊണ്ട് നാളെ വരുന്ന യുദ്ധം, മറ്റന്നാൾ വരുന്ന യുദ്ധം, അതിനനുസൃതമായിട്ടുള്ള ആയുധങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടില്ല. 10,000, 5,000, 6,000 മുമ്പുള്ള യൂഫ്രട്ടീസ്, ടൈഗ്രീസ് ആ ഭാഗത്തുള്ള എല്ലാ ചരിത്രവും അവരിൽ കുടികൊള്ളുകയാണ്. ചരിത്രമുണ്ട് അവർക്ക്, സംസ്കാരമുണ്ട് അവർക്ക്, പാരമ്പര്യമുണ്ട് അവർക്ക്. അത് യുദ്ധപാരമ്പര്യം മാത്രമല്ല. ആയതുകൊണ്ട് തന്നെ അവർ സഹിക്കാവുന്നിടത്തോളം മുഴുവൻ സഹിച്ചു. ഇനി സഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങി. അമേരിക്കയാണ് അവരുടെ ശത്രു. അമേരിക്കയെ നേരിട്ട് പോയിട്ട് ആക്രമിക്കാൻ അവിടെ പോയിട്ട് പറ്റില്ല. അമേരിക്കയ്ക്ക് നേരിട്ട് ഇവിടെയും വന്ന് പറ്റില്ല, അത്രയും ദൂരം പറക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ അമേരിക്കയുടെ ബേസുകൾ തകർക്കുക. ഖത്തറിൽ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ബേസ്. നാളെ അമേരിക്കൻ പ്രസിഡന്റിന് എത്രയാണ് 3,000, 4,000, 5,000 കോടി രൂപയുടെ വിമാനക്കും കൊടുത്ത് സന്തോഷിപ്പിച്ച് വിട്ടതല്ലേ സ്വർണം പൂശിയ വിമാനം. ഇപ്പോൾ പറയണു ഞങ്ങളുടെ രാജ്യം അപകടത്തിലാണെന്ന്. നിങ്ങൾ ഓർക്കുക, ഞങ്ങൾക്കൊരു നേതാവുണ്ട് ഇവിടെ, ഞങ്ങളുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. നിങ്ങളറിയുമോയെന്ന് എനിക്കറിയില്ല. അർദ്ധനഗ്നായുള്ള ഫക്കീറ, കയ്യിൽ വടി മാത്രമുള്ള അദ്ദേഹം ചെത്തിയൊഴിഞ്ഞ വടി. ആശ്രമത്തിലാണ് ജീവിക്കുന്നത് അദ്ദേഹം. അല്ലാത്ത സമയത്ത് ജയിലിലുമായിരുന്നു അദ്ദേഹം. എങ്കിലും സുസ്മേരവദനാണ്. അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിടുന്ന മൈസൈറ്റ് പോലും അദ്ദേഹത്തെ കണ്ട് എഴുന്നേറ്റ് നിൽക്കും. അർദ്ധനഗ്നായിട്ട് ഫക്കീർ. നല്ല മനസ്സോടുകൂടി, വിടർന്ന മനസ്സോടുകൂടി, മൃദുവായിട്ടുള്ള ഭാഷയിലൂടെ ബ്രിട്ടീഷുകാരുടെ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളറിയണം. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. നിങ്ങൾ ആരായാലും എന്തായാലും നിങ്ങളുടെ ഒരു സേവനവും ഇവിടെ വേണ്ട. നിങ്ങൾ സേവിക്കാൻ വന്നിരിക്കില്ലേ? റോഡ് പണിയുന്നു, കൃഷികാര്യങ്ങൾക്ക് സ്പെഷ്യൽ ശാസ്ത്രങ്ങൾ കൊണ്ടുവരുന്നു, എല്ലാവരെയും പഠിപ്പിക്കുന്നു, അവരുടെ മിലിറ്ററിയിൽ ഭാഗവാക്കാക്കുന്നു, അവരുടെ ജോലികളിൽ ഇവരെ ഇന്ത്യക്കാരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഒരു സേവനോടെ വേണ്ട. ക്വിറ്റ് ഇന്ത്യ പറയാൻ പറ്റുമോ ഖത്തറിന്? നിങ്ങളുടെ ബേസ് ഇനിയുള്ള സാഹചര്യത്തിൽ ഇവിടെ വേണ്ട, നിങ്ങൾ ദയവ് ചെയ്ത് പോകും. അതല്ലെങ്കിൽ ഇറാൻ്റെ കോപം, ആ കോപത്തിൽ നിന്ന് വരുന്ന തീജ്വാല ഞങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോ. ക്വിറ്റ് ഖത്തർ. ആരോട് പറയണം? അമേരിക്കയോട്. പറ്റുമോ? ഒമാൻ, സുൽത്താൻ ഓഫ് ഒമാൻ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകളുടെ പ്രധാന മധ്യസ്ഥരായിട്ട് ഒമാനാണ് മുമ്പിൽ നിൽക്കുന്നത്. പാവപ്പെട്ട ഒരു നാടാണ് ഈ ഒമാൻ. നമ്മുടെ നാട്ടിൽ, അവിടുത്തെ ഒമാനികൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സവർണന്മാർ മറ്റേ ഇവരയ്ക്കും പറയില്ല, എന്താ നമ്പൂരിമാരയ്ക്കും പറയില്ല, എന്ത് പറഞ്ഞാൽ അയ്യോ എന്നൊക്കെ പറഞ്ഞിരിക്കണം. ഇന്നല്ല, പണ്ട്. അവിടുത്തെ ബ്രാഹ്മണന്മാരാണ് ഈ ഒമാനികൾ. പാവങ്ങളാണ്, ട്രഡിഷൻ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവിടെയുമുണ്ട് US-ൻ്റെ ബേസ്. ആയതുകൊണ്ട് തന്നെ അമേരിക്ക ചെയ്തത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങോട്ട് ആക്രമിച്ച് കയറുകയാണ് ചെയ്തത്. അത് തെറ്റാണ് എന്ന് പതുക്കെ പറയും. പക്ഷേ ബേസിൻ്റെ കാര്യത്തിൽ രണ്ടാമതൊരു ചിന്തയില്ല, അതവിടെ കിടന്നോട്ടെ എന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ഒമാൻകാരോടും പറയാം, നിങ്ങൾ പിന്നെ മഹാത്മാഗാന്ധി അറിയും, നിങ്ങൾക്ക് അതിനുള്ള വിദ്യാഭ്യാസം പണ്ടത്തെ സുൽത്താൻ അവർക്ക്, ഹിസ് മജസ്റ്റി സുൽത്താൻ കാബൂസ് അവർക്കെല്ലാം അത് ഇന്ത്യയെക്കുറിച്ച് അറിയാവുന്നവരല്ലേ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. ഞങ്ങളുടെ നേതാവ് പറഞ്ഞ് ഓർക്കുന്നില്ലോ, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഒമാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? UAE അവരും അപലപിച്ചിട്ടുണ്ട്. അപലപിക്കലല്ലോ, എന്താ ഞാനും മറന്നുപോയല്ലോ. അതന്നെ അലപലപലപിക്കൽ, അതന്നെ. അതിന് പരിപാടിയായിട്ട് അവരും കൊണ്ടു നടന്നുണ്ട്. അന്തർദേശീയ സുരക്ഷയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തും. അന്തർദേശീയ അതിന് അസ്ഥിരപ്പെടുത്താൻ പോകുന്നില്ല. ഇതിനകത്ത് ഇടപെടുന്നവർക്കാണ് അസ്ഥിരത വരാൻ പോകുന്നത്. അപ്പോൾ UAE ഇടപെട്ടിട്ടുണ്ടോ? നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഇനി അതിൽ ഇടപെടേണ്ടുന്നൊരു സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? അമേരിക്ക എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് ഇറാനെ തകർത്തു. ഇറാൻ സ്വാഭാവികമായിട്ട് അവർക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. മോഹമല്ല, അവകാശമുണ്ട്.
എങ്ങനെയാണ് തിരിച്ചടിക്കുക അമേരിക്കയുടെ ബേസുകളെ തകർക്കണം. UAE ബേസ് ഉണ്ടോ? ഉണ്ട്. UAE ഇനി ഈ ബേസ് വേണ്ടാന്ന് പറയാൻ UAE കഴിയോ? കഴിയില്ല. അപ്പം പിന്നെ ഈ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാവോ, എല്ലാവരും സംയമനം പാലിക്കണം എന്ന് പറയാനുള്ള അവകാശമുണ്ടോ? ഇല്ല. ബഹ്റൈനിൽ വലിയ ബേസാണുള്ളത്. ഇത്രയേ ഉള്ളൂ രാജ്യം. വലിയ ബേസുകൾ, അവർക്ക് എണ്ണയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ബേസ് കൊടുക്കുക വാടകയ്ക്ക് സ്ഥലം. സൈനിക ഓപ്പറേഷനുകളും എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിന് മേഖലാ തലത്തിലും രാജ്യാന്തര തലത്തിലും ഏകോപിത ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ബഹ്റൈൻ അറിയിച്ചു. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഞങ്ങളുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ പോലെ ക്വിറ്റ് ബഹ്റൈൻ എന്ന് പറയാൻ പറ്റുമോ? അതിന് താല്പര്യമില്ല. അമേരിക്കയുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞല്ലേ, പോളണ്ടിനെ കുറിച്ച് സംസാരിക്കരുത്, പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത്, അമേരിക്കയെക്കുറിച്ചൊരു അക്ഷരം മിണ്ടരുത്. അമേരിക്കയുടെ ബേസായിട്ട് തന്നെ ഇവിടെ കിടന്നോട്ടെ. ആയതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രങ്ങൾ മുഴുവൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളാലെ, സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങളാലെ ഇന്ന് അവരെല്ലാവരും ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി, ഇറാൻ വന്നോ. കള്ളപ്പണം വീട്ടിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും കള്ളന്മാരാ. അപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിൽ അപ്പുറത്തെ അവരുടെ ഏതോ ഒരു ബന്ധു രാത്രി 12 മണിക്ക് മരിച്ചു. അതറിയിക്കാൻ വേണ്ടിയിട്ട് 2-3 ആൾക്കാർ വന്നു. അവർ വന്ന് വാതിൽ മൂട്ടി. ഉടനെ ഇവർ വാതിൽ തുറക്കണ്ട കാരണം കള്ളപ്പണം വല്ല എന്തായാലും പറയാ NIA അവർക്ക് വന്നു എന്ന് കരുതിയിട്ടാണ്. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അറേബ്യൻ കൺട്രീസിൽ മുഴുവൻ താവളം കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് താവളം കൊടുത്തിരിക്കുകയാണ്. ആ താവളത്തിന് മേലെ എപ്പോഴാണ് ജെറ്റുകൾ പറന്നെത്തുക, യുദ്ധവിമാനങ്ങൾ പറന്നെത്തുക എന്നറിയാതെ വേവലാതിപ്പെടുകയാണ് അവർ. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വർത്തമാനങ്ങളെല്ലാം നിർത്തുക, കാര്യത്തിലേക്ക് കടക്കുക. അമേരിക്കയുടെ എല്ലാവരും കൂടി പറയണം, സാഹചര്യം ഇതായതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടുത്തെ ബേസുകൾ, ഇവിടെ കൊണ്ടിട്ടുള്ള വിമാനങ്ങൾ, ഇവിടുത്തെ പട്ടാളക്കാരെ എല്ലാവരെയും നിങ്ങളൊന്ന് കൊണ്ടുപോ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം. നമസ്കാരം.